അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താ വെച്ചാല് എന്താണ് പോയട്രി, ഡ്രാമ ആൻഡ് ഷോർട്ട് ഫിക്ഷൻ. നമ്മള് പകുതിയായി അല്ലേ? എല്ലാ മൊഡ്യൂളിലെയും പകുതി ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്തു. ചില ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും വളരെ വിശാലമായിട്ട് തന്നെയാണ് നമ്മൾ വായിച്ചു പോയത്. നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 1-ൽ എല്ലാ മൊഡ്യൂളുകളിലും ഇനി പകുതി കൂടെ ഉണ്ട്. അപ്പൊ മൊഡ്യൂൾ 1 പോയട്രിയിലെ നമ്മൾ 3 പോംസ് ആണ് ഡിസ്കസ് ചെയ്ത്. ഇനി 3 കൂടി ഉണ്ട്. അപ്പൊ അതിൽ 4ാമത്തെ ചാപ്റ്റർ ആണ് മൊഡ്യൂൾ 1 പോയട്രിയിലെ 4ാമത്തെ കവിതയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വിസിബിൾ ആണല്ലോ അല്ലേ? പേജ് നമ്പർ 15 in your textbooks. Miss Gee by W.H. Auden. W.H. Auden. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ പഠിക്കുന്ന സ്റ്റൈലിൽ തന്നെ ആദ്യം ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമ്മുടെ ഓഥറെ കുറിച്ച് പറയുന്നുണ്ട്. W.H. വളരെ നോട്ടബിൾ ആയ ഒരു ബ്രിട്ടീഷ് ഓഥറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, W.H. Auden is an influential English poet, playwright, critic, and librettist. പോയറ്റ്, പ്ലേ റൈറ്റ്, ക്രിട്ടിക് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതായിരിക്കും. പോയറ്റ് ആണ്, പ്ലേ റൈറ്റർ ആണ്, നാടകകൃത്താണ്, ക്രിട്ടിക് നിരൂപകനാണ്, ആൻഡ് ലിബററ്റിസ്റ്റുമാണ്. ലിബററ്റിസ്റ്റ് എന്നാൽ ഗാന നാടകങ്ങൾ എഴുതുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ്. ലിബററ്റ് എന്ന് പറഞ്ഞാൽ ഗാനരൂപത്തിലുള്ള നാടകങ്ങൾ, അതിന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഗാന നാടകങ്ങൾ എഴുതുന്ന ശൈലി. 20th സെഞ്ചുറിയിലെ ഫേമസ് ആയ കവിയാണ് അദ്ദേഹം. He is considered one of the 3 major poets of Britain, along with ഇവരുടെ കൂടെ along with W.B.Yeats and T.S. Eliot. W.B.Yeats, T.S. Eliot, W.H. Auden, ഇങ്ങനെ 20th സെഞ്ചുറിയിലെ പ്രമുഖ കവികളായിട്ട് എണ്ണുന്ന 3 പേരിൽ ഒരാളാണ് ഓഡൻ. He was born and brought up in Britain and he later moved to the US. His father was a physician. അച്ഛനൊരു ഡോക്ടറായിരുന്നു. വെൽ വേഴ്സ്ഡ് ഇൻ മിത്തോളജി ആൻഡ് ഫോക്ലോർ. പക്ഷെ ജോലി ഫിസിഷ്യൻ ബൈ പ്രൊഫഷൻ. പക്ഷെ അദ്ദേഹം വെൽ വേഴ്സ്ഡ്, വളരെ വിവരമുള്ള ആളായിരുന്നു. വെൽ വേഴ്സ്ഡ്, നല്ല ഫ്ലുവന്റ് ആയ ആളായിരുന്നു. എന്തിൽ? ഇൻ മിത്തോളജി ആൻഡ് ഫോക്ലോർ. മിത്തോളജിയിലും ഫോക്ലോറിലും. മിത്തോളജി നമുക്കറിയാലോ, മിത്തുകളെ കുറിച്ചുള്ള പഠനം, മിത്തോളജി. ആൻഡ് ഫോക്ലോർ നമ്മൾ സാധാരണ പറയുന്നത് തന്നെയാണ് നാടോടി കഥകൾ, നാടൻ കലാരൂപങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ ഫോക്ലോർ എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന് മിത്തോളജിയിലും ഫോക്ലോറിലും നല്ല വിവരമുള്ളൊരു ആളായിരുന്നു, ഒരു ഫിസിഷ്യൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ആൻഡ് ഹിസ് മദർ വാസ് എ സ്ട്രിക്റ്റ് ആംഗ്ലിക്കൻ. ആംഗ്ലിക്കൻ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, ക്രിസ്ത്യാനിറ്റിയിലെ ഒരു സെക്ഷനാണ്. പിന്നെ ആംഗ്ലിക്കൻ ചർച്ചുകാർ തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതിന്റെ പുറമെ ഇവരുടെ ക്യാരക്ടർ മദർ സ്ട്രിക്റ്റ് ആംഗ്ലിക്കൻ എന്നാണ് പറയുന്നത്. Both of them exerted strong influences on his poetry. Exert നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വാക്കാണ്, ഓർമ്മ? exert, ചെലുത്തുക എന്നൊക്കെ പറയാം, ബാധിക്കുക, ചെലുത്തുക എന്നൊക്കെ അർത്ഥം. Both of them exerted strong influences on his poetry. ഇവർ രണ്ടുപേരും, both of them, അവരിൽ രണ്ടുപേരും exerted strong influences, വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഓൺ ഹിസ് പോയട്രി, അദ്ദേഹത്തിന്റെ കാവ്യരചനയിൽ. അപ്പൊ അച്ഛനും അമ്മയുടെയും അദ്ദേഹത്തെ കാവ്യരചനയിൽ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. Then Auden's poetic output was prolific.
പ്രൊളിഫിക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വാക്കാണ്. ഓർഡൻസ് പോയറ്റിക് ഔട്ട്പുട്ട്, അദ്ദേഹത്തിന്റെ കാവ്യരചനകൾ വാസ് പ്രൊളിഫിക്, ധാരാളമായിരുന്നു. പ്രൊളിഫിക് എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിന്റെ മുമ്പാണോ ഉപയോഗിക്കുന്നത് അത് ധാരാളമായിരുന്നു. അപ്പൊ അത് അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. കമ്മിങ് ടു അറൌണ്ട് 400 പോംസ്, ഏകദേശം 400ഓളം കവിതകളുടെ അടുത്തത് വരും. അദ്ദേഹത്തിന്റെ കാവ്യരചനകൾ പ്രൊളിഫിക് ആയിരുന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്? 400 പോംസ് അറൌണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഡ്യൂറിങ് ഹിസ് യങ്ങർ ഡേയ്സ്, ചെറുപ്പത്തിൽ, he was influenced by, അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു. he was influenced by, അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു by ഓൾഡ് ഇംഗ്ലീഷ് വേഴ്സ്, ഓൾഡ് ഇംഗ്ലീഷ് കവിതകൾ. ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷിന് ഭാഷാപരമായ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അത് നമ്മൾക്ക് ഇപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പോംസ് വായിക്കുമ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ മോഡേൺ ഇംഗ്ലീഷ് വേർഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഭാഷയിൽ കുറെ വ്യത്യാസങ്ങൾ. ഓൾഡ് ഇംഗ്ലീഷ് വേഴ്സ്, പക്ഷെ അതിന് കാവ്യ സ്വഭാവം, അതിലെ ഇമേജറികളൊക്കെ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് നമുക്ക് കാണാനും പറ്റും. അപ്പൊ അദ്ദേഹം എന്തായാലും ചെറുപ്പത്തിൽ ഒരുപാട് ഓൾഡ് ഇംഗ്ലീഷ് കവിതകൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആൻഡ് പോംസ് ഓഫ് തോമസ് ആർഡി, റോബർട്ട് ഫ്രോസ്റ്റ്, വില്യം ബ്ലേക്ക് ആൻഡ് എമിലി ഡിക്കിൻസ്, ഇവരൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഓതേഴ്സ്, ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഓതേഴ്സ്. അപ്പൊ അവരുടെയൊക്കെ ഒരു സ്വാധീനം ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ രചനകൾക്കുണ്ട്. അവിടെ വാസ് എ പ്രൊഫസർ ഓഫ് പോയട്രി അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. പുള്ളി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, പ്രൊഫസർ ഓഫ് പോയട്രി ആയിരുന്നു. While at Oxford, അവിടെയായിരിക്കെ ഓർഡൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മോഡേണിസ്റ്റ് പോയട്രി. അക്കാലത്താണ് അദ്ദേഹം മോഡേണിസ്റ്റ് പോയട്രിയെ പരിചയപ്പെടുന്നത്. ഓർഡൻ വാസ് ഇൻട്രൊഡ്യൂസ്, ഓർഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, പരിചയപ്പെടുത്തപ്പെട്ടു. എങ്ങോട്ട്? ടു മോഡേണിസ്റ്റ് പോയട്രി. മോഡേണിസ്റ്റ് പോയട്രിയിലെ മോഡേണിസ്റ്റ് പോയട്രി അദ്ദേഹം പരിചയപ്പെടുന്നത് ഓക്സ്ഫോർഡിലായിരിക്കുമ്പോഴാണ്. ടി എസ് എലിയറ്റ് പിന്നെ 20th സെഞ്ചുറിയിലെ പ്രോമിനന്റ് നേരത്തെ നമ്മൾ 3 പേരുടെ പേര് പറഞ്ഞല്ലോ. അദ്ദേഹം മോഡേണിറ്റിയും ക്ലാസിസിസവും തമ്മിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഗംഭീരമായ രചനകൾ നടത്തിയിട്ടുള്ള ഒരു ഓതറാണ്. അതായത് ട്രഡീഷണൽ എന്ന് വിളിക്കാവുന്ന ചില ഫീച്ചേഴ്സും അതേസമയം മോഡേൺ എന്ന് വിളിക്കാവുന്ന ഫീച്ചേഴ്സും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള രചനകളാണ്. ട്രഡീഷനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ എസ്സേസിൽ നമ്മൾ ടി എസ് എലിയറ്റിനെ പഠിപ്പിക്കാറുണ്ട്. ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയ എസ്സേകളും. അവർ ടി എസ് എലിയറ്റ് ആ കാലഘട്ടത്തിലെ പിന്നെ വളരെ ഗംഭീരനായ ഒരു കവിയും ക്രിട്ടിക്കുമായിരുന്നു. എക്സൈറ്റഡ് എ ഡീപ്പ് ഇൻഫ്ലുവൻസ് ആണ്. അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ ഓതറുടെ മേൽ. ഹി ബിക്കെയിം പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ലൈക്ക് സ്റ്റീഫൻ സ്പെൻഡർ. ഹി ബിക്കെയിം പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. അദ്ദേഹം ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി, ഓഫ് റൈറ്റേഴ്സ്, എഴുത്തുകാരുടെ. ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത്? ലൈക്ക് സ്റ്റീഫൻ സ്പെൻഡർ, സി.ഡി. ലെവി ആൻഡ് ലൂയി മാക്നീസ് തുടങ്ങിയ വളരെ പ്രശസ്തരായ എഴുത്തുകാരാണ് ഇവരെല്ലാം. ഹു കെയിം ടു ബി കോൾഡ്, അവർ പിന്നീട് വിളിക്കപ്പെട്ടു, ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഓർ ദി ഓർഡൻ ജനറേഷൻ റൈറ്റേഴ്സ് എന്ന് പിന്നീട് വിളിക്കപ്പെട്ട ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മാറി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറി. അപ്പൊ ആ കാലഘട്ടത്തിലെ മിക്ക രചനകളും അല്ലെങ്കിൽ ഒരു പുതിയ ടോൺ സൃഷ്ടിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ഇന്റലിജൻഷ്യ, ബുദ്ധിജീവികളുടെ ഗ്രൂപ്പുകളായിരുന്നു. അതിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അതുപോലെ അതേപോലെ നമ്മുടെ കാംബ്രിഡ്ജ് ഗ്രൂപ്പിൽ തന്നെ കാംബ്രിഡ്ജ് ഇന്റലിജൻഷ്യ ബുദ്ധിജീവികൾ എഴുതിയ കവിതകളാണ് പിന്നീട് ടി എസ് എലിയറ്റ് ഒക്കെ വ്യാഖ്യാനിച്ച് ഗംഭീരമായ എന്തായാലും പേര് മറന്നുപോയി, നമ്മൾ എവിടെയോ പറഞ്ഞു പോയിരുന്നു. മെറ്റാഫിസിക്കൽ പോയട്രി, 17th സെഞ്ചുറിയിലെ മെറ്റാഫിസിക്കൽ പോയട്രി. ഇങ്ങനെ ബുദ്ധിജീവികൾ ഉണ്ടാക്കുന്ന ഓരോ ടെക്നിക്കുകളാണ്. പക്ഷെ ആ കാലത്ത് അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും പിൽക്കാലത്ത് അത് പിന്നീട് അംഗീകരിക്കപ്പെടുന്ന ഒരു സംഗതി. അപ്പോ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ഒക്കെ ഇങ്ങനെയുള്ള ബുദ്ധിജീവികളുടെ ഗ്രൂപ്പുകളും എഴുത്തുകാരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ചിലതൊക്കെ ഫേമസ് ആവും, ചിലത് അങ്ങനെ ഇല്ലാതാവും. അപ്പൊ ഏതായാലും ഓർഡൻ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പിൽ, എഴുത്തുകാരുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ചേരുന്നതും അവിടെ. ദ ഗ്രൂപ്പ് വാസ് മാർക്സിസ്റ്റ്. ആ ഗ്രൂപ്പിന്റെ ഒരു പൊതു സ്വഭാവം പറയുകയാണെങ്കിൽ അത് മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവരായിരുന്നു. ആൻഡ് ആന്റി ഫാസിസ്റ്റ്, സ്വാഭാവികമായിട്ടും ആന്റി ഫാസിസ്റ്റുകളായിരുന്നു. ആൻഡ് അഡ്രസ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് കൺസേൺസ് ഇൻ ദെയർ റൈറ്റിംഗ്സ്. അവരുടെ രചനകളിൽ എന്തെല്ലാം കാര്യങ്ങൾ? സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നങ്ങളെ അവരുടെ എഴുത്തുകളിൽ അഡ്രസ് ചെയ്തിരുന്നു. ഓർഡൻ ഹാഡ് എ വെരി എൻഡ്യൂറിംഗ് റിലേഷൻഷിപ്പ് വിത്ത് റൈറ്റർ ക്രിസ്റ്റഫർ ഐഷർവുഡുമായി വളരെ കാലം നീണ്ടുനിന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ബോത്ത് ഓഫ് ദം സപ്ലാന്റിങ് ഈച്ച് അതേഴ്സ് ലിറ്റററി ടേസ്റ്റ്. അവർ രണ്ടുപേരും
സപ്ലാന്റിങ് ഈച്ച് അതേഴ്സ് ലിറ്റററി ടേസ്റ്റ്, പരസ്പരം മറ്റേയാളുടെ ലിറ്റററി ടേസ്റ്റുകളെ പരസ്പരം മത്സരിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവം, മത്സരിച്ച് പിന്നെ താഴെയാക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി മത്സരിക്കുക, കൂടുതൽ മികച്ച ടെക്നിക്കുകൾ കണ്ടെത്തി എഴുതുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു. ഓക്കെ. Then Auden poetry was encyclopedic in range, subject matter and form. അദ്ദേഹത്തിന്റെ പോയട്രിയെ എൻസൈക്ലോപീഡിക് എന്ന് വിളിക്കാം. എൻസൈക്ലോപീഡിക് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. സകല കലകളും ഉൾപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്, സകല വിജ്ഞാനങ്ങളും അദ്ദേഹത്തിന്റെ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇൻ റേഞ്ച്, സബ്ജക്ട് മാറ്റർ, ആ കവിതയുടെ റേഞ്ച്, അതിന്റെ സബ്ജക്ട്, സെർച്ച് ചെയ്യുന്ന വിഷയം, അതിന്റെ ഘടന, ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമാകുന്ന, അല്ലെങ്കിൽ എല്ലാ ഏരിയകളെയും ടച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു എൻസൈക്ലോപീഡിക് ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. He tried both the experimental modernist style of writing as well as traditional forms like ballads, limericks, haiku and tanga. അപ്പോ എന്താ അങ്ങനെ പറയാൻ കാരണം, ഫോമിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ he tried, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, he tried means അദ്ദേഹത്തിലും രചന നടത്തിയിട്ടുണ്ടെന്ന് അർത്ഥമുള്ളൂ. He tried both the experimental മോഡേണിസ്റ്റ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. മോഡേണിസ്റ്റ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് സ്വാഭാവികമായിട്ടും അക്കാലത്തെ എക്സ്പെരിമെന്റൽ ആയിരുന്നു, പരീക്ഷണാത്മകമായ എഴുത്തുകളായിരുന്നു. അപ്പൊ അങ്ങനെ പരീക്ഷണാത്മകമായ പുതിയ മോഡേണിസ്റ്റ് സ്റ്റൈലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏതുപോലെ തന്നെ ആസ് വെൽ ആസ് ട്രഡീഷണൽ ഫോംസ്, പരമ്പരാഗത ഘടനകളെ പോലെ തന്നെ പരമ്പരാഗതമായ കവിതകൾ പ്രത്യക്ഷപ്പെടുന്ന വിവിധ രൂപങ്ങളുണ്ട്, ഫോംസ്. ബാലൻസ്, അതിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, ലൈക്ക് ബാലൻസ്, ലിമറിക്സ്, ഹൈക്കു. ബാലൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ബാലഡാണ്. നമ്മൾ നേരത്തെ ഒരു ബാലഡ് പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നാടൻ പാട്ട് പോലെ, വീരഗാഥകൾ പോലെ പാടി നടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ കേരളത്തിലെ, മലയാളത്തില് വടക്കൻ വീരഗാഥ ഒരു ബാലഡാണെന്ന് പറയാം. അത് പിന്നെ കാലങ്ങളായിട്ട് ഇങ്ങനെ പാടി ഗാഥകളായിട്ട് പാടി നടക്കുന്ന ഒരു പാട്ടാണ് ബാലഡ്. അതിനൊക്കെ ഒരു ടോൺ ഉണ്ടാവും, പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ടോണിലായിരിക്കും ബാലഡുകളൊക്കെ. പിന്നെ ലിമറിക്സ് പറഞ്ഞാൽ ഒരു 5 വരി ഉള്ള ഒരു നർമ്മ കവിതകൾ, 5 വരിയിൽ എന്തെങ്കിലും ഒരു നർമ്മം ഒളിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്ന തരം കവിതകളാണ്. ഹൈക്കു പറഞ്ഞാൽ ഹൈക്കു പഴയ ഫോമാണ് സത്യത്തില്, 3 വരിയുള്ള കവിത, 3 വരി കവിത. പക്ഷെ ഹൈക്കു ഇപ്പൊ വീണ്ടും പിന്നെ മലയാളത്തിൽ വരെ ഹൈക്കു എഴുതപ്പെടുന്നുണ്ട്. ഹൈക്കു ഒരു പുസ്തകങ്ങൾ, കളക്ഷൻസ് തന്നെ ഉണ്ട്, ഹൈക്കു കവിതകൾ എന്ന് പറഞ്ഞിട്ട്. 3 വരിയുള്ള കവിതകളായിരിക്കും, 3 വരിയിൽ ഒരു ഫിലോസഫി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള കവിതകളാണ്. അതുപോലെ ടാങ്ക ഒരു ക്ലാസിക്കൽ ജാപ്പനീസ് ശൈലിയാണ്. ഹൈക്കു, ലിമറിക്സ് ഒക്കെ പോലുള്ള ഒരു ജാപ്പനീസ് എഴുത്താണ് ടാങ്ക. അപ്പൊ ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഫോംസിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേസമയം എക്സ്പെരിമെന്റൽ ആൻഡ് മോഡേൺ സ്റ്റൈലിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചെറിയ 2 പാരാഗ്രാഫിൽ വായിച്ച അദ്ദേഹത്തിന്റെ ലൈഫാണ്. രണ്ടാമത്തിൽ അദ്ദേഹത്തിന്റെ ലിറ്റററി പ്രൊഡക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ അതിലെയും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ദി ഇഫക്റ്റ് ഓഫ് ഫാമിലി ഗോസ്റ്റ്. ഫാമിലി ഗോസ്റ്റിന്റെ ഇഫക്റ്റും അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാം. റീക്കേഴ്സ് ഇൻ ഹിസ് പോംസ്, അദ്ദേഹത്തിന്റെ കവിതകളിൽ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഫാമിലി ഗോസ്റ്റ്. എന്താണ് ഫാമിലി ഗോസ്റ്റ് എന്ന് പറഞ്ഞാല്? ഏറ്റവും അതൊരു പദപ്രയോഗമാണ്. ദാറ്റ് ഹി കോയിൻഡ്, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ. കോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വാക്കുണ്ടാക്കുക, പുതിയ വാക്കുണ്ടാക്കുന്നതിനാണ് കോയിൻ എന്ന് പറയാം. കോയിനേജ് എന്നാണ് അതിന്റെ മസ്ദർ കേട്ടോ. കോയിനേജ്, വാക്കുണ്ടാക്കൽ. കോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ വാക്കുണ്ടാക്കൽ. ഹി കോയിൻ ടു കണോട്ട്, മീനിങ് അർത്ഥമാക്കാൻ. എന്തർത്ഥമാക്കാൻ? ദ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ദ പ്രിസീഡിംഗ് ജനറേഷൻസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മുമ്പുള്ള തലമുറകളുടെ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടാകുന്നതിനെയാണ് അദ്ദേഹം ഫാമിലി ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫാമിലി ഗോസ്റ്റ്, കുടുംബ പ്രേതം, കുടുംബ സ്വഭാവം. സത്യത്തിൽ കുടുംബ സ്വഭാവമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തറവാട്ട് സ്വഭാവം, അതിനാണ് അദ്ദേഹം ഫാമിലി ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം തന്നെ കോയിൻ ചെയ്തൊരു വാക്കാണ്. ആ ഫാമിലി ഗോസ്റ്റ് റീക്കേഴ്സ് ഇൻ ഹിസ് ഫോംസ്, ഈ ആശയം പലപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഡ്യൂറിംഗ് ഹിസ് ഏർലി പീരീഡ്, അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ, ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിലോസഫി ഓഫ് മാർക്സ് ആൻഡ് ഫ്രോയിഡ്. അദ്ദേഹത്തെ സ്വാധീനിച്ച 2 ഫിലോസഫേഴ്സ് ആയിരുന്നു മാർക്സ് നമ്മുടെ കാൾ മാർക്സ് തന്നെ, ഫ്രോയിഡ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ വലിയ റോൾ ഉണ്ടല്ലോ. അദ്ദേഹം ലിറ്ററേച്ചറിന്റെ സൈക്കോനെറ്റിക് ക്രിറ്റിസിസത്തിന്റെ ഉപജ്ഞാതാവായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ വിലയിരുത്താവുന്ന. അവ മാർക്സിന്റെയും ഫ്രോയിഡിന്റെയും ഫിലോസഫികൾ ഇദ്ദേഹത്തെ വളരെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു
ലൈഫ് എങ്ങനെയാ സോറി അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിലുള്ള സംഭാവനകളും എഴുത്ത് രീതികളും എങ്ങനെയാ പോകുന്ന പറയാം. ഡിസല്യൂഷൻ വിത്ത് ലെഫ്റ്റ് ഐഡിയോളജി, ഇടതുപക്ഷ ആശയങ്ങളുമായിട്ട് ഐഡിയോളജിയുമായി പിന്നെ അദ്ദേഹത്തിന് മോഹഭംഗമുണ്ടായപ്പോൾ, നൈരാശ്യമുണ്ടായപ്പോൾ, ഡിസില്യൂഷൻ പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുമ്പോഴുള്ള നൈരാശ്യം, മോഹഭംഗം, മോഹനിരാസം അല്ലെ. എന്താ അങ്ങനെ പറഞ്ഞാല് ഡിസില്യൂഷൻ വിത്ത് ദ ലെഫ്റ്റ് ഐഡിയോളജി, ഇടതുപക്ഷ ഐഡിയോളജി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഓക്സ്ഫഡ് ഗ്രൂപ്പിൽ ചേർന്ന സമയത്ത് ആ ഗ്രൂപ്പ് എന്തായിരുന്നു? മാർക്സിസ്റ്റ് ആയിരുന്നു, ഫാസിസ്റ്റ് ആയിരുന്നു. അപ്പൊ അന്ന് മാർക്സിസത്തിനെ സപ്പോർട്ട് ചെയ്ത ബുദ്ധിജീവികളൊക്കെ സ്വപ്നം കണ്ട ഒരു യൂട്ടോപ്പിയ ഉണ്ട്. ഇങ്ങനെ പൊതുസ്വത്ത് മാത്രമുള്ള, സമ്പന്നരും പാവങ്ങളും ഇല്ലാത്ത, പിന്നെ ബൂർഷ്വാ കോൺസെപ്റ്റുകൾ ഇല്ലാത്ത ഒരു ലോകം അവർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അതൊരു ഇലൂഷൻ മാത്രമാകുന്നു, അത് നടക്കാത്ത സ്വപ്നമാണ് എന്ന് മനസ്സിലായപ്പോൾ, അതാണ് ഡിസില്യൂഷൻ വിത്ത് ലെഫ്റ്റ് ഐഡിയോളജി. ലെഫ്റ്റ് ഐഡിയോളജിയിൽ അദ്ദേഹത്തിന് മോഹനിരാസം ഉണ്ടായപ്പോൾ, ഇത് മോഹിച്ചൊന്നും നടക്കൂല, ഇതൊക്കെ വേറെ വഴിക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായപ്പോൾ, ഹി റിട്ടേൺ ടു ക്രിസ്ത്യാനിറ്റി, അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് തന്നെ മടങ്ങി. വിച്ച്, അത് ഏത്? ആ ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഹി ഹാഡ് അബാൻഡൻ ഒഴിവാക്കുക, അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അറ്റ് ദി ഏജ് ഓഫ് 15, 15-ാം വയസ്സിൽ. 15-ാം വയസ്സിൽ അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ഒഴിവാക്കി പോയതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ഫിലോസഫികളൊന്നും നമ്മൾ പ്രതീക്ഷിച്ച പോലെ സക്സസ് ആവുന്നില്ല, വിചാരിച്ച വഴിയിലേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ എന്ത് ചെയ്തു? വീണ്ടും മാർക്സിസം വിട്ട് വീണ്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി. അക്കോർഡിംഗ് ടു ഹന്ന ആരൻ, അക്കോർഡിംഗ് ടു എന്ന പ്രയോഗം നമ്മൾ പഠിച്ചാണല്ലോ. എന്താ അതിന്റെ മീനിങ്? ഓർമ്മ ഉണ്ടെങ്കിൽ പറയും. അക്കോർഡിംഗ് ടു, നിങ്ങൾ രണ്ടാളെന്നേ ഉള്ളൂ അല്ലേ? ഓർമ്മണ്ടോ? കൂട്ടിച്ചേർത്തത് എന്നല്ലല്ലോ. അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞാൽ അയാളുടെ അഭിപ്രായത്തിൽ എന്നാണ് അർത്ഥം. ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അയാളുടെ അഭിപ്രായത്തിൽ. അക്കോർഡിംഗ് ടു നമ്മൾ നേരത്തെ എവിടെയോ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചുള്ള ചില. അക്കോർഡിംഗ് ടു എന്നത് ഫസ്റ്റ് പേഴ്സണിലേക്ക്, മുത്തകല്ലിമിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നതിന് ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ വ്യൂ, ആസ് ഐ ഒപ്പൈൻ, അങ്ങനെയൊക്കെ പറയാൻ മതി. അക്കോർഡിംഗ് ടു മീ എന്ന് പറയാൻ പാടില്ല, അങ്ങനെ പ്രയോഗമില്ല. അക്കോർഡിംഗ് ടു എപ്പോഴും പേഴ്സണിലേക്കാണ് ആള് വ്യക്തി. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ പറയുന്ന അനുസരിച്ച്, അരിസ്റ്റോട്ടിന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് അക്കോർഡിംഗ് ടു. അക്കോർഡിംഗ് ടു ഹന്ന ആരൻഡ്, ദ ചേഞ്ചസ് ഇൻ ഹിസ് സ്റ്റാൻസസ്, അവർ പറയാണ് ദ ചേഞ്ചസ് ഇൻ ഹിസ് സ്റ്റാൻസസ്, അദ്ദേഹത്തിന്റെ നിലപാടുകളിലുള്ള മാറ്റങ്ങൾ ആയിരുന്നു എ നേച്ചുറൽ റെസ്പോൺസ്, അതൊരു സ്വാഭാവിക പ്രതികരണമായിരുന്നു ടു ദ ചേഞ്ചസ് ഓഫ് ഹിസ് ടൈംസ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ മാറ്റങ്ങളോടുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകളിലുള്ള മാറ്റങ്ങളൊക്കെ അതത് കാലഘട്ടങ്ങളിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള അദ്ദേഹത്തിന്റെ റെസ്പോൺസ് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പിന്നെ എന്താ പറയാ, ആദർശവാദികൾ അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു പാർട്ടിയിൽ വിശ്വസിച്ച എല്ലാ കാലത്തും പാർട്ടി നേതാവ് പറഞ്ഞ, പ്രസിഡന്റ് പറഞ്ഞ ചിന്താവാ എന്ന് പറയുന്നതിന് പകരം അവനാന്റെ സംഘടനയാണെങ്കിൽ തെറ്റ് പറ്റിയാൽ ഇപ്പൊ ചെയ്ത് തെറ്റാന്ന് പറയണം. അതാണ് ആദർശവാദികളുടെ സ്വഭാവം. അപ്പൊ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അതത് കാലഘട്ടത്തിലെ പിന്നെ കാര്യങ്ങൾ, ചേഞ്ചസിനോടുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റം എന്നാണ് അവർ പറയുന്നത്. ഹി വൺ ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി. പുലിറ്റ്സർ പ്രൈസ് നമുക്ക് ഫേമസ് ആയ, ഇപ്പോൾ നൽകപ്പെടുന്ന പ്രൈസ് ആണ്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഫോർ ഹിസ് പോം ദി ഏജ് ഓഫ് ആങ്സൈറ്റി എന്ന കവിതക്കാണ് ലഭിച്ചത്. ദ ടൈറ്റിൽ ഓഫ് വിച്ച് വാസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഹിസ് ഏജ്. ആ ഏജ് ഓഫ് ആങ്സൈറ്റി എന്ന കവിതയുടെ ആ പേര് പിന്നീട് ആ കാലഘട്ടത്തിന് ഉപയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാവ്യരചനകൾ നമ്മുടെ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഓരോ പീരീഡ് പഠിക്കല്, എലിസബത്തൻ പീരീഡ്, റിനൈസൻസ് പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഓഡന്റെ പീരീഡ് ഓഫ് ഓഡൻ എന്ന, അല്ലെങ്കിൽ ദ ഏജ് ഓഫ് ആങ്സൈറ്റി എന്നറിയപ്പെടുന്നുണ്ട്. അതിന് മാത്രം അത് ഫേമസ് ആയി. ആ കവിത ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. സം ഓഫ് ഹിസ് മേജ്, അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓർത്തു വെക്കുക, കുറച്ചെങ്കിലും പഠിച്ചു വെക്കുക. റൈറ്റേഴ്സ്, ഡാൻസ് ഓഫ് ഡെത്ത്, ഡോഗ് ബിനീത്ത് ദ സ്കിൻ, ആക്ഷൻസ്, പിന്നെ എന്താ പറയാ, അവകാശം എന്നൊക്കെ അർത്ഥം, പിന്തുടർച്ചക്കാരൻ, ലുക്ക് സ്ട്രേഞ്ച് ആൻഡ് ദ ഷീൽഡ് ഓഫ് അക്കിലിസ് വളരെ ഫേമസ് ആയ ഒരു കവിതയാണ്. ഷീൽഡ് ഓഫ് അക്കിലിസ് ഒരു ഗ്രീക്ക് യോദ്ധാവാണ്. അദ്ദേഹത്തിന്റെ
ഒരു മിത്ത് വളരെ ഗംഭീരമായ ഒരു കവിതയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മ പറയുന്ന രൂപത്തിലുള്ള ഒരു ഗംഭീരമായ കവിതയാക്കിയിട്ടുള്ള ഫേമസ് ആയ കവിത. അതിങ്ങനെ വളരെ ഗംഭീരമായ ഒരുപാട് രചനകളുടെ ഓതറാണ് W.H. ഓൾട്ടൺ. ദെൻ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കവിത മിസ് ഗീ എന്നൊരു കവിതയാണ്. അതിനെ കുറിച്ചാണ് ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്. മിസ് ഗീ ഇസ് എ പോം റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ബാലഡ്. ഒരു ബാലഡിന്റെ സ്ട്രക്ചറിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കവിതയാണിത്. ബാലഡ് എന്താ നമ്മൾ പറയണ്ടേ? നാടൻ പാട്ടുകൾ പോലെ ഇങ്ങനെ പാടി നടക്കുന്ന, വായ്മൊഴിയായി പിന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുന്ന, ചൊല്ലാൻ പറ്റുന്ന, പിന്നെ അതായത് മറക്കാതിരിക്കാനാണ് ചൊല്ലാൻ പറ്റുന്ന കവിതകൾ എഴുതുന്നത്. എഴുത്ത് ഇല്ലാത്ത കാലത്തും പാടി നടന്നിരുന്ന വീരഗാഥകൾ ആണ്. ബാലഡിൽ അധികവും വീരഗാഥകളാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വീരഗാഥകൾ എന്ന് ബാലഡിന് പറയുന്നത്. വീരഗാഥകളല്ലാത്തതും ബാലഡിന്. ഇത് നമുക്ക് ഇതൊരു വീരഗാഥയൊന്നുമല്ല. ബാലഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ഒരു സിമ്പിൾ ലാംഗ്വേജും സിമ്പിൾ സ്ട്രക്ചറും സിമ്പിൾ റൈമും ആയിരിക്കും. അതിന് ഒരു പ്ലോട്ട് ഉണ്ടായിരിക്കും, ഒരു കഥ, കൃത്യമായ ഒരു കഥ അതിലിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാവും. അല്ലാതെ ഭയങ്കര ആ കഥയ്ക്ക് അകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ആശയം, നമ്മള് സമൂഹത്തിന് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ മധു പറയുന്ന ഒരു ആശയം അതിലുണ്ടാവും എന്നുള്ളതാണ്. അല്ലാതെ ഭയങ്കരമായ ഫിലോസഫിയോ ഒന്നും അതിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇത് ഒരു ബാലഡിന്റെ സ്ട്രക്ചറിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ദാറ്റ് ഡീൽസ് വിത്ത്, എന്താണ് ഇതിൽ പറയുന്നത്? ദ തീം ഓഫ് ഇൻഡിവിജ്വൽ ഫെയിലർ. ഇൻഡിവിജ്വൽ ഫെയിലർ എന്ന തീമാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജയപരാജയങ്ങളെ കുറിച്ച്. ഇതിലുള്ള നമ്മുടെ നായിക പരാജയപ്പെടുന്ന ഫെയിലർ ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ഇൻഡിവിജ്വൽ ഫെയിലർ എന്ന് പറയുന്നത്. അതിന്റെ തീം, പ്രധാനപ്പെട്ട തീം അതാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ്, ഇത് വിശദീകരിക്കുന്നത് ഇൻ എ സറ്റാരിക്കൽ വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാവം എന്നത്. വെയിൻ ഭാവം, ഒരു സറ്റാരിക്കൽ ഭാവത്തിൽ. എന്താണ് സറ്റയർ? സറ്റയർ നമ്മൾ പഠിച്ചാണ്, നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. സറ്റയർ ആക്ഷേപഹാസ്യം പഠിച്ചാലേ. എന്തെങ്കിലും ഒരു ആശയത്തെ ആക്ഷേപിച്ചുകൊണ്ട് തമാശ രൂപേണ പറയുന്നതിനാണ്, എഴുതുന്നതിനാണ് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു സറ്റാരിക്കൽ സ്വഭാവം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ സ്വഭാവത്തിൽ എന്താണ് പറയുന്നത്? ദി അൺകോൺസ്യൂമേറ്റഡ് ലൈഫ് എ സിംഗിൾ വുമൺ. ഇവിടെ ഒരു ഓഫ് ആകാവുന്നതാണ് അല്ലെ, കണക്ഷൻ തോന്നില്ല. ഓഫ് എ സിംഗിൾ വുമൺ ഹു ബിക്കംസ് ദ സിംബൽ ഓഫ് റിപ്രസ്ഡ് സെക്സ്വാലിറ്റി. അൺകൺസ്യൂമേറ്റഡ് ലൈഫ്, ഒരു അസംതൃപ്തമായ ജീവിതം, പൂർത്തീകരിക്കപ്പെടാത്ത, തൃപ്തികരമല്ലാത്ത ജീവിതം. എ സിംഗിൾ വുമൺ, ഒരു ഏകാഗിയായ സ്ത്രീ, മീൻസ് ഷീ ഈസ് നോട്ട് മാരീഡ് എന്നത്. ഹു ബിക്കംസ് ദ സിംബൽ ഓഫ് റിപ്രസ്ഡ് സെക്സ്വാലിറ്റി. അവര് എന്താ പറയാ, റിപ്രസ്ഡ് സെക്സ്വാലിറ്റി എന്നാൽ അമർത്തി വെക്കപ്പെട്ട സെക്സ്വാലിറ്റിയുടെ ഒരു സിംബലായിട്ട് മാറണം എന്ന് പറഞ്ഞാല് പീഡിപ്പിക്കപ്പെടുക എന്നുള്ള മീനിങ്ങിലല്ല. സെക്സ്വൽ ഇൻട്രസ്റ്റുകളോ മറ്റു താല്പര്യങ്ങളോ ഒന്നും പുറത്തു എടുക്കാൻ കഴിയാതെ റിപ്രസ് ചെയ്യേണ്ടി വന്ന, അമർത്തി വെക്കേണ്ടി വന്ന. അപ്പൊ ഒരു കാലഘട്ടത്തിന്റെ ഒരു പിന്നെ അടയാളത്തിന് അങ്ങനെയായിരുന്നു. സ്ത്രീകൾ ദേ ഷുഡ് റിപ്രസ് ദെയർ സെക്സ്വാലിറ്റി ഈവൻ ബിഫോർ ദെയർ ഹസ്ബൻഡ്സ്, അല്ലെങ്കിൽ ഈവൻ ബിഫോർ ദെയർ പാർട്ട്നേഴ്സ് എന്ന ഒരു ഫീച്ചർ, ഒരു കാലഘട്ടത്തിന്റെ ഫീച്ചറാണ്. അപ്പൊ എനിവേ അത് ഭയങ്കര, അത് കാരണം ഒരുപാട് ട്രാജഡികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട്, പ്രധാനമായിട്ട് ഈ എല്ലാ മുഷിപ്പൻ സ്വഭാവങ്ങളുടെയും ബേസിക് അല്ലെങ്കിൽ ബേസ് എന്ന് പറയാവുന്നത് മനുഷ്യന്റെ ബേസിക് നീഡ്സ് പിന്നെ ഫുൾഫിൽഡ് അല്ല എന്നുള്ളതാണ്. ഞാൻ തമാശ പറയുന്നല്ല, അത് എല്ലാ സെക്സ്വാലിറ്റിയുടെ വിഷയത്തിൽ സെക്സ്വാലിറ്റി നോർമലായ ഒരു പേഴ്സന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. പക്ഷെ നമ്മുടെ കോമൺ ഫാമിലിയിലുള്ള ഒരു തമാശകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ പിന്നെ മുസ്ലിം ഫാമിലികളിൽ, അല്ലെങ്കിൽ പൊതുവെ മുസ്ലിം ഫാമിലികളിൽ മാത്രമല്ല, പൊതുവെ എലീറ്റ് ക്ലാസ്സിലും ഉണ്ടത്, ഹിന്ദു കൾച്ചറിലെ എലീറ്റ് ക്ലാസ്സിലും ഇത് കാണാൻ പറ്റും. ഈ അമ്മായി പോര് എന്ന് പറയുന്ന സംഗതി വളരെ, ഇപ്പോ ഈവൻ ടുഡേ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് 10-15 കൊല്ലം മുമ്പുള്ളവരോടൊക്കെ ചോദിച്ചാൽ അതൊരു ആർട്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നതല്ല, ഇങ്ങനെ അമ്മായി പോര് കാണിക്കുന്ന ആളുകളെ, ഈ അമ്മായിമാരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 75% അവരുടെ ഹസ്ബൻഡ്സിൽ സാറ്റിസ്ഫൈഡ് അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആ കാലഘട്ടത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഭർത്താവ് എന്ന് പറഞ്ഞാൽ പാതിരാത്രിയിൽ മാത്രം കണ്ടുമുട്ടുന്ന ഒരു ഫിഗർ ആയിരുന്നു അവരെ സംബന്ധിച്ചത്.
അപ്പൊ റെപ്രസ് സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പിന്നെ സ്ത്രീത്വത്തിന്റെ വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ കഥാനായികയെ റെപ്രസ് സെക്സ്വാലിറ്റിയുടെ സിമ്പലായിട്ട് അവതരിപ്പിക്കുന്നു. ദ പോം ബിഗിൻസ് വിത്ത്, അത് കവിത ആരംഭിക്കുന്നത് ട്യൂൺ സെന്റ് ജെയിംസ് ഇൻഫേർമറി എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ലൈനിൽ. സെന്റ് ജെയിംസ് ഇൻഫേർമറിയുടെ ട്യൂണിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടോ? ട്യൂൺസ് സെന്റ് ജെയിംസ്. എന്താണ് ഈ ഇൻഫേർമറി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം നമ്മുടെ എന്താ പറയാ വൈദ്യശാല അല്ലെങ്കിൽ ആതുര ശുശ്രൂഷശാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻഫേർമറി സെന്റ് ജെയിംസ് ഇൻഫേർമറി എന്ന് പറഞ്ഞാൽ സെന്റ് ജെയിംസ് എന്ന് പേരിട്ട ഒരു വൈദ്യശാലയെ കുറിച്ചൊന്നുമല്ല. വിച്ച് ഈസ് എ ബ്ലൂ സ്റ്റാൻഡേർഡ് പോം. അതൊരു കവിതയുടെ പേരാണ്. ആ കവിത ബ്ലൂ സ്റ്റാൻഡേർഡ് പോം ആകുന്നു. ബ്ലൂ സ്റ്റാൻഡേർഡ് പോം എന്ന് പറഞ്ഞാല് അതിൽ പ്രധാനമായിട്ട് ബ്ലൂ സ്റ്റാൻഡേർഡ് പോംസിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത് മനുഷ്യന്റെ സ്ട്രഗിൾ, അതുപോലെ കഷ്ടപ്പാട്, നമ്മുടെ മോഹഭംഗങ്ങൾ, ജീവിതത്തിൽ എത്ര എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ സക്സസ് ആവാത്ത മോഹഭംഗങ്ങൾ, അതുപോലെ ഇവിടെ പറഞ്ഞ പോലുള്ള റെപ്രസ്ഡ് സെക്സ്വാലിറ്റി, സെക്സ്വൽ ഇമോഷൻസ് ഫുൾഫിൽഡ് ആവാത്ത അവസ്ഥ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളല്ല, ഇത്തരം പ്രധാനമായിട്ട് 3 വിഷയങ്ങളാണ് ഈ ബ്ലൂ സ്റ്റാൻഡേർഡ് പോംസിൽ ഏറ്റവും കൂടുതൽ എഴുതാറുള്ളത്. അപ്പോ ബ്ലാക്ക് വർക്കിംഗ് ക്ലാസിനെ കുറിച്ചുള്ള പിന്നെ ഒരു ബ്ലൂ സ്റ്റാൻഡേർഡ് പോം ആണ് സെന്റ് ജെയിംസ് ഇൻഫേർമറി എന്ന കവിത. അപ്പൊ അതിന്റെ പേര് ഇവിടെ ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിൽ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിൽ നിന്ന് കവിതയുടെ തുടക്കത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റെപ്രഷൻ ഓഫ് ദ ബ്ലാക്ക് ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ദ സെക്സ്വൽ റെപ്രഷൻ ഓഫ് മിസ് ഗി. അപ്പൊ മിസ് ഗി എന്ന നമ്മുടെ കഥാപാത്രമാണ്, നമ്മുടെ പ്ലോട്ട് കഥ പോകുന്നത്, ഈ ബാലഡ് എഴുതിയിരിക്കുന്നത് മിസ് ഗിനെ കുറിച്ചാണ്. അപ്പൊ അവര് സെക്സ്വൽ റെപ്രഷന്റെ ഒരു സിമ്പലാന്ന് നമ്മൾ പറയണ്ടായി. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നതിന്റെ ഒരു സിമ്പലായിട്ട് അവർ മാറുന്നുണ്ട്. അതിനെ പിന്നെ ബ്ലാക്ക് പീപ്പിളിന്റെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റെപ്രഷനുമായിട്ട്, അവരെ രാഷ്ട്രീയപരമായും സാമൂഹികമായും അടിച്ചമർത്തിയ ആ വികാരവുമായിട്ട് ഈ ലേഡിയുടെ റെപ്രഷൻ ഓഫ് സെക്സ്വാലിറ്റി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ സെക്സ്വൽ ഇന്റർകോഴ്സ് എന്നത് മാത്രം ഉദ്ദേശിക്കേണ്ട, അവരുടെ പേഴ്സണലായ ആഗ്രഹങ്ങളെ റെപ്രസ് ചെയ്യുന്ന ആ ഒരു 2 റെപ്രഷൻ തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് ഈ വരിയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദ പോം എൻഡ്സ് ഓൺ എ ട്രാജിക് നോട്ട്. വളരെ ട്രാജിക് ആയിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പൊ മിസ് ഗി എന്ന് പറയുന്നത് മിസ് ഗി എന്ന ലേഡിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരു കഥ ബാലഡ് രൂപത്തിൽ ചൊല്ലാവുന്ന ഒരു കഥയാണ്. നമുക്കത് കുറച്ച് റിസ്ക് എടുത്ത് ഈണം കണ്ടുപിടിച്ചാൽ നമുക്ക് ചൊല്ലാനൊക്കെ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്ന, ഭയങ്കര സ്ട്രക്ചറൽ ഡിലമകളൊന്നും ഇല്ലാത്ത, നല്ല സുന്ദരമായി വായിച്ചു പോകുന്ന ഒരു കവിതയാണ്. നമുക്ക് വായിച്ചു നോക്കാം. Let me tell you a little story about Miss Edith Gee. She lived in Clifton Terrace at number 83. Let me tell you a little story. ഞാൻ നിങ്ങളോട് ചെറിയ കഥ പറയട്ടെ. നമുക്ക് ഓരോ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, വായിച്ചു പോയതിന് പിടികിട്ടും. Let me tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ. A little story, ഒരു കുഞ്ഞു കഥ. About Miss Edith Gee. ആരെ കുറിച്ചാണ്? മിസ് എഡിത്ത് ഗീയെ കുറിച്ചാണ്. നമ്മുടെ കഥാ നായികയുടെ പേര് മിസ് എഡിത്ത് ഗീ എന്നാകും. അതിന്റെ ഷോർട്ടാണ് മിസ് ഗീ. അവര് ഷി ലിവ്ഡ് ഇൻ ക്ലേവ്ഡൻ ടെറസ്. ക്ലേവ്ഡൻ ടെറസിലാണ് അവർ താമസിച്ചിരുന്നത്. അറ്റ് നമ്പർ 83. അദ്ദേഹത്തിന്റെ അഡ്രസ് 83 ആണ്. അപ്പോ ക്ലേവ്ഡൻ ടെറസിൽ 83 വീട്ടിൽ താമസിച്ചിരുന്ന മിസ് എഡിത്ത് ഗീയെ കുറിച്ച് ഒരു കുഞ്ഞു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോ ബാലഡുകളുടെ സ്വഭാവം നമ്മൾ പറഞ്ഞു, അതിൽ കൃത്യമായൊരു പ്ലോട്ട് പറയുന്നുണ്ടാവും. ഇവിടെയും തുടക്കത്തിൽ തന്നെ ഞങ്ങളോട് കഥ പറയാൻ പോകുന്ന മിസ് ഗിയെ കുറിച്ചാണ്. പുള്ളിക്കാരി താമസിക്കുന്നത് ക്ലേവ്ഡൻ ടെറസിലെ നമ്പർ 83 പറഞ്ഞു തുടങ്ങുന്നത്. She had a slight squint in her left eye. Her lips, they were thin and small. She had narrow sloping shoulders and she had no bust at all. She had a slight squint in her left eye. She had a slight skin in her left eye. Her lips, they were thin and small. She had narrow sloping shoulders and she had no bust at all. അങ്ങനെയാണ് അതിന്റെ ടോൺ. ഓക്കെ. She had a slight skin. ചെറുതായിട്ടൊരു കോങ്കണ്ണ് ഉണ്ടായിരുന്നു. കോങ്കണ്ണ് സ്പിൻ. ഇൻ ഹെർ ലെഫ്റ്റ് ഐ, ഇടത് കണ്ണിന് ചെറുതായിട്ടൊരു കോങ്കണ്ണ് ഉണ്ടായിരുന്നു. പിന്നെയോ ഹെർ ലിപ്സ്, they were thin and small. വളരെ തിന്നായ ചെറിയ ചുണ്ടുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ഫീച്ചർ ആണ് ഇവിടെ പറയുന്നത്.
അത്ര ശുഭകരമല്ലാത്ത, അത്ര കാണാൻ ലുക്കില്ലാത്ത, ഭംഗിയില്ലാത്ത ഒരു രൂപമായിരുന്നു അവരെന്ന് സൂചിപ്പിക്കുന്ന ഒരു പിന്നെ ഒരു സ്റ്റാൻസയാണത്. ഷി ഹാഡ് എ സ്ലൈറ്റ് സ്കിൻ ഇൻ ഹെർ ലെഫ്റ്റ് ഐ, ഹെർ ലിപ്സ് ദേ വർ തിൻ ആൻഡ് സ്മോൾ. പിന്നെ ഷി ഹാഡ് നാരോ സ്ലോപ്പിംഗ് ഷോൾഡേഴ്സ്, വിരിഞ്ഞു നിൽക്കുന്ന ഷോൾഡേഴ്സ് ആയിരുന്നില്ല, അങ്ങനെ താഴേക്ക് സ്ലോപ്പ് ചെയ്ത് കിടക്കുന്ന ഷോൾഡേഴ്സ് ആയിരുന്നു. സ്ലോപ്പ് ചെയ്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഷോൾഡേഴ്സ് ആയിരുന്നു, തോളലുകൾ അങ്ങനെയായിരുന്നു. നാരോ, അത് വിരിഞ്ഞു നിൽക്കുന്നതായിരുന്നില്ല, ഇടുങ്ങിയതായിരുന്നു. ആൻഡ് ഷി ഹാഡ് നോ ബസ്റ്റ് അറ്റ് ഓൾ, അവർക്ക് ചെസ്റ്റ് ഉണ്ടായിരുന്നേ ഇല്ല. ഉണ്ടായിരുന്നില്ല മീൻസ് ബസ്റ്റ് മീൻസ് ഊർധ്വഭാഗം, ചെസ്റ്റ്. ഇവിടെ ഒരു സ്ത്രീയുടെ ഫിസിക്കൽ ഫീച്ചറിനെ കുറിച്ച് പറയാതുകൊണ്ട് അത് മാറിടത്തെ കുറിച്ചാണ് പറയുന്നത്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് അവർ പറയാണ് പുള്ളിക്കാരിക്ക് കോങ്കണ്ണായിരുന്നു, പുള്ളിക്കാരിയുടെ ചുണ്ടാണെങ്കിൽ തിൻ ആൻഡ് സ്മോൾ ആയിരുന്നു, ഷോൾഡേഴ്സ് ഒരു അട്രാക്റ്റീവ് അല്ലാതെ വിരിഞ്ഞു നിൽക്കുന്ന ഷോൾഡേഴ്സേ ആയിരുന്നില്ല, അവർക്ക് സ്ത്രീത്വത്തിന് ചേർന്ന ഒരു മാരടവും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് അറ്റോൾ ഇവിടെ അതുകൊണ്ടാണ് ചെസ്റ്റേ ഉണ്ടായിരുന്നില്ല, മനുഷ്യന് ചെസ്റ്റ് ഇല്ലാതെ മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ, അവിടെ ഉദ്ദേശിക്കുന്ന അതാണ്. So she had a velvet hair with trimmings and a dark grey serge costume. She lived in Clevedon Terrace in a small bed sitting room. അടുത്ത സ്റ്റാൻസയിൽ അവർ താമസിക്കുന്ന കാര്യങ്ങൾ, അവരുടെ കോസ്റ്റ്യൂം ഒക്കെ പറയാം. ഷീ ഹാഡ് എ വെൽവെറ്റ് ഹാറ്റ്, വെൽവെറ്റിന്റെ ഒരു ഹാറ്റ് ഉണ്ടായിരുന്നു, വിത്ത് ട്രിമിങ്സ്, ട്രിമിങ്സ് ഒക്കെ ഉള്ളത്. ട്രിമിങ്സ് മീൻസ് നമ്മള് ഈ സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ തുന്നി പിടിപ്പിക്കൂലേ, എന്തായാലും പറയാ, എന്താ പറയാ, തൊങ്ങൽ, തൊങ്ങൽ എന്ന് പറയില്ലേ, തൊങ്ങൽ എന്നല്ലേ നിങ്ങൾ പറയാ, വസ്ത്ര തിളങ്ങുന്ന എന്നല്ല, തിളങ്ങുന്ന എന്നത് തൊങ്ങൽ, തൊങ്ങൽ തൊങ്ങൽ എന്ന് പറഞ്ഞാല് തൊങ്ങൽ എന്ന് പറഞ്ഞാൽ മലയാളമാണല്ലോ. ഈ എംബ്രോയിഡറി വർക്ക്സ്, എംബ്രോയിഡറി ഡ്രസ്സിന്റെ സൈഡിൽ കൂടെ എംബ്രോയിഡറി വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനാണ് ട്രിമിങ്സ് എന്ന് പറയുന്നത്. അതിനെ മലയാളത്തിൽ തൊങ്ങൽ എന്നാണ് പറയട്ടാ, തൊങ്ങൽ ആണത്. ഷി ഹാഡ് എ വെൽവെറ്റ് ഹാറ്റ് വിത്ത് ട്രിമിങ്സ്, സൈഡിലൂടെ വശങ്ങളിലൂടെ തൊങ്ങലൊക്കെ പിടിപ്പിച്ച എന്തുണ്ടായിരുന്നു, വെൽവെറ്റ് ഹാറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് എ ഡാർക്ക് ഗ്രേ സേർജ് കോസ്റ്റ്യൂം, ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള സേർജ് കോസ്റ്റ്യൂം. സേർജ് പറഞ്ഞാൽ ഒരു തരം കമ്പിളി തുണി, നല്ല കട്ടിയുള്ള ഒരു തരം കമ്പിളി തുണിക്കാണ് സേർജ് എന്ന് പറയുന്നത്. ആ തുണിയുടെ പേരാണത് സേർജ്. കോസ്റ്റ്യൂം പറഞ്ഞാൽ കോസ്റ്റ്യൂം, ഡ്രസ്സ്, ഔട്ട്ഫിറ്റ്, ഡ്രസ്സ്, വേഷം. അപ്പൊ അവർക്ക് ഒരു തൊപ്പി ഉണ്ടായിരുന്നു, ഒരു ഡാർക്ക് ഗ്രേ സേർജ് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, ഒരു കട്ടിയുള്ള കമ്പിളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോസ്റ്റ്യൂമും അവർക്ക് ഉണ്ടായിരുന്നു, ഡാർക്ക് ഗ്രേ കളർ ആയിരുന്നു. ഷീ ലിവ്ഡ് ഇൻ ക്ലീവ്ഡൺ ടെറസ് ഇൻ എ സ്മോൾ ബെഡ് സിറ്റിംഗ് റൂം. അവർ താമസിച്ചിരുന്ന എവിടെ നമ്മൾ പറയണ്ടായി, വീണ്ടും പറയണം. ഇങ്ങനെ ഇതിൽ കുറെ ബാലൻസിൽ പൊതുവെ ഇങ്ങനെ ആവർത്തനങ്ങളൊക്കെ വരും, അതിങ്ങനെ പാടി പാടി നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ആ പാട്ടിൽ മാറ്റം വരികയും ചിലപ്പോൾ കഥയിൽ പുതിയ കഥാപാത്രം വരികയൊക്കെ ചെയ്യും. അതുപോലെ ആവർത്തനങ്ങളൊക്കെ ഉണ്ടോ. ഇൻ എ സ്മോൾ ബെഡ് സിറ്റിംഗ് റൂം, ഇത് ഇങ്ങനെ പാടി പാടി ഉണ്ടായതല്ല, ഇത് W.H. Auden എഴുതിയതാണ്, അദ്ദേഹം കുത്തിയിരുന്ന് എഴുതിയതാണ്. പക്ഷെ അദ്ദേഹം ആ ബാലഡിന്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇൻ എ സ്മോൾ ബെഡ് സിറ്റിംഗ് റൂം, വളരെ ചെറിയ ഒരു ബെഡ്റൂമും സിറ്റിംഗ് റൂമും കൂടെ ഉള്ള ഒരു റൂമിലാണ് പുള്ളിക്കാരി താമസിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി വളരെ ദരിദ്രമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയ ഒരു ഡ്രസ്സ് ഒന്നും അവൾക്കില്ല. അവർ ധരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേ സേർജ് കോസ്റ്റ്യൂം, ഒരു വെൽവെറ്റ് ഹാറ്റുമാണ്. അതുപോലെ കാണാനും ഭംഗിയില്ല, കോങ്കണ്ണുണ്ട്, വളരെ നേരിയ വളരെ തിന്നായ ചെറിയ ചുണ്ടുകളും സ്ലോപ്പിംഗ് ഷോൾഡേഴ്സും, ബസ്റ്റ് ഇല്ല അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലാണ് പുള്ളിക്കാരി ഉള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും എന്തായിരുന്നു, റെപ്രസ്ഡ് ആയിരുന്നു എന്നാണ് കവി പറഞ്ഞു വരുന്നത്. ഷേഡ് എ പേർപ്പിൾ മാക് ഫോർ വെറ്റ് ഡേയ്സ്, എ ഗ്രീൻ അംബ്രല്ല ടു ടേക്ക്, ഷേഡ് എ ബൈസിക്കിൾ വിത്ത് ഷോപ്പിംഗ് ബാസ്കറ്റ് ആൻഡ് എ ഹാഷ് ബാക്ക് പെഡൽ ബ്രേക്ക്. ഷേഡ് എ പേർപ്പിൾ മാക്, ഒരു പർപ്പിൾ നിറത്തിലുള്ള ഒരു മാക് ഉണ്ടായിരുന്നു. മാക് പറഞ്ഞ റെയിൻകോട്ടാണ്, മഴക്കോട്ട്. ഫോർ വെറ്റ് ഡേയ്സ്, മഴക്കാലത്തേക്ക്, മഴക്കാലത്ത് ഇടാൻ വേണ്ടി പുള്ളിക്കാരിക്ക് ഒരു മഴക്കോട്ടുണ്ട്, റെയിൻകോട്ട്. റെയിൻകോട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലുള്ള പ്ലാസ്റ്റിക്കിന്റെ റെയിൻകോട്ട് അല്ല, ഈ എന്താ പറയാ, വാട്ടർ പ്രൂഫ് ക്ലോത്ത് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു റെയിൻകോട്ടാണ് മാക്. എ ഗ്രീൻ അംബ്രല്ല ടു ടേക്ക്, മഴക്കാലത്ത് അത് മാത്രമല്ല ഒരു ഗ്രീൻ അംബ്രല്ലയും പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. ഷേഡ് എ ബൈസിക്കിൾ, പിന്നെ എന്തുണ്ടായിരുന്നു, ഒരു ബൈസിക്കിൾ ഉണ്ടായിരുന്നു. വിത്ത് ഷോപ്പിംഗ് ബാസ്കറ്റ്, ഒരു ഷോപ്പിംഗ് ബാസ്കറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള
നമ്മുടെ ട്രഡീഷണൽ ലുക്കിലുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബൈസിക്കിൾ ഉണ്ടല്ലോ അത്. ആൻഡ് എ ഹാഷ് ബാക്ക് പെഡൽ ബ്രേക്ക്, അതിനൊരു പിന്നെ ഹാഷ് വളരെ പരിക്കൻ മട്ടിലുള്ള മീൻസ് ഇതിനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുതരാം. ബാക്ക് പെഡൽ ബ്രേക്ക് ആണ് നമ്മുടെ സൈക്കിളിനുള്ള ഒരുതരം ബ്രേക്കാണ്. നമ്മുടെ നാട്ടിൽ വെരി കോമൺ അല്ല അത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സൈക്കിളിന് ഹാൻഡ് ബ്രേക്ക് ആണ്, ഹാൻഡിലാണ് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ പെഡലിൽ തന്നെ ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ബാക്ക് പെഡൽ ബ്രേക്ക്. അത് എനിക്ക് സംഭവം പിടിയിട്ടില്ല, അത് സെർച്ച് ചെയ്തപ്പോൾ അതിന്റെ ഫോട്ടോ കാണിച്ചത്. നമ്മുടെ സാധാ മറ്റ് വണ്ടികൾക്കൊക്കെ ചെയ്യുന്ന പോലെയുള്ള പിന്നെ ബ്രേക്കിന്റെ എന്താ പറയുക, ബ്രേക്ക് ഡ്രമ്മൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു തരം ബ്രേക്കാണ്. പെഡലിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല, ആ വർക്കിംഗ് നമ്മളെ അത്ര പരിചിതമല്ലാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. അപ്പൊ പെഡലിൽ തന്നെ ഉപയോഗിച്ച്, അതായത് നമ്മുടെ സാധാരണയുള്ള ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ടയറിന്റെ മേൽഭാഗത്തേക്ക് ഇവിടെ കട്ട വന്ന് ഇങ്ങനെ ടച്ച് ചെയ്യല്ലേ. അതല്ലാതെ ഈ സെന്റർ ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുള്ള ബ്രേക്ക് പെഡലാണ് ബാക്ക് പെഡൽ ബ്രേക്ക്. അപ്പൊ ബാക്ക് പെഡൽ ബ്രേക്ക് ഉള്ള ഒരു ഷോപ്പിംഗ് ബാസ്ക്കറ്റ് ഒക്കെ ഉള്ള ഒരു സൈക്കിളും പുള്ളിക്കാരിക്കുണ്ട്. അത് ഹാഷ് ആയിരുന്നു പറഞ്ഞാൽ, ഒരു പരിക്കനായിരുന്നു പറഞ്ഞാൽ അത്ര സ്മൂത്ത് അല്ലാത്ത ബാക്ക് പെഡൽ ബ്രേക്ക് ഉള്ള ഒരു ഷോപ്പിംഗ് ബാസ്ക്കറ്റും വെച്ച ഒരു ബൈസിക്കിളാണ് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത്. Then the church of St. Aloysius was not so very far. She did a lot of knitting for the church bazaar. The church of St. Aloysius പള്ളി was not so very far. അത് ഒരുപാട് അകലെയായിരുന്നില്ല. Was not so very far. ഒരുപാട് അകലെയായിരുന്നില്ല. She did a lot of knitting. അവർ ഒരുപാട് knitting ചെയ്തിരുന്നു. knitting എന്ന് പറഞ്ഞാല് നെയ്ത്ത്, തുന്നി ഉണ്ടാക്കലല്ല, നെയ്തിട്ട് ഡ്രസ് നെയ്തുണ്ടാക്കുക. knitting ഫോർ ദ ചേർച്ച് ബാസാർ. എന്തിനാണ്? ചർച്ച് കൂടുന്ന ദിവസം ചർച്ച് ബാസാറിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് അവര് നെയ്ത്ത് ആയിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പൊ നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങൾ പുള്ളിക്കാരി കൊണ്ടുപോയി വിറ്റിട്ടാണ് ജീവിച്ചിരുന്നതെന്നാണ് നമുക്കിന്ന് മനസ്സിലാവണം, അല്ലെ? അപ്പൊ വളരെ ദരിദ്രമായ ജീവിതമായിരുന്നു, സാമ്പത്തികം വളരെ ദരിദ്രമായിരുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സപ്രസ്ഡ് ആയിരുന്നു, അവൾക്ക് കാണാൻ സുന്ദരിയുമല്ലായിരുന്നു. നമ്മുടെ കഥാനായിക അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, മിസ് ഗി ലുക്ഡ് അപ്പ് at the starlight and said, does any more care that I live on Clevedon Terrace on 100 pounds a year? അപ്പൊ അവരുടെ ദരിദ്രമായ സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻസ കൂടി കവി ഉപയോഗിച്ചിരിക്കുകയാണ്. മിസ് ഗി ലുക്ഡ് അപ്പ് അറ്റ് ദ സ്റ്റാർലൈറ്റ്, നിലാവുള്ള രാത്രിയിൽ അവര് ആകാശത്തേക്ക് നോക്കി പറയുമായിരുന്നു, ആൻഡ് സെഡ്, does anyone care? ആർക്കെങ്കിലും അറിയുമോ? ആർക്കെങ്കിലും അറിയോ എന്റെ കഥ? Does anyone care that എന്ത് I live on Clevedon Terrace, ക്ലീവ്ഡൻ ടെറസിൽ ഞാൻ ഇങ്ങനെ ഒരാൾ ജീവിക്കുന്നുണ്ടെന്ന്. on 100 pounds a year, ഒരു വർഷം 100 പൗണ്ട് മാത്രം ചെലവാക്കിയിട്ട്, ഒരു വർഷം 100 പൗണ്ട് മാത്രം വരുമാനത്തിൽ ഞാൻ ഇങ്ങനെ ഒരാൾ ജീവിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും കെയർ ചെയ്യുന്നുണ്ടോ എന്ന് അവർ ദുഃഖത്തോടെ നിലാവുള്ള രാത്രിയിൽ പറയുമായിരുന്നു. ഏകാന്തമായി നിന്ന് പറയുമായിരുന്നു, വേറെ ആരോടും പറയാനില്ല. വളരെ അബ്സല്യൂട്ട്ലി ഏകാന്തമായൊരു ലൈഫാണ് അവര് നയിച്ചിരുന്നത്. വളരെ ദരിദ്രമായൊരു ലൈഫാണ് നയിച്ചിരുന്നത്. ദെൻ പക്ഷെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകാന്തമായ, ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്തൊരു ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നതിനേക്കാൾ കവി ഇതിനെ ട്രാജിക് ആക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഒരുപാട് വർണ്ണങ്ങളുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്വപ്നങ്ങൾ റിപ്രസെന്റ് ആകുമ്പോഴാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിമ്പിൾ ഓഫ് റെപ്രസെന്റ് ആക്കിയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ദെൻ she dreamed a dream one evening that she was the queen of France and the vicar of St. Aloysius asked her majesty to dance. അവരൊരു സ്വപ്നം കാണാറുണ്ടായിരുന്നു. one evening, ഒരിക്കൽ. that എന്താണ് സ്വപ്നം? she was the queen of France. അവർ ഫ്രാൻസിലെ രാജ്ഞിയാകുന്നതായിട്ട്. ഞാൻ ഒരിക്കൽ ഫ്രാൻസിലെ രാജ്ഞിയാകും എന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നു. ആൻഡ് ദ വികാർ ഓഫ് സെന്റ് അലോഷ്യസ് പള്ളി എന്ന് പറഞ്ഞ വലിയ പള്ളിയാ. അവിടുത്തെ വികാരി ആസ്ക്ഡ് ഹെർ മെജസ്റ്റി ടു ഡാൻസ്, അങ്ങൊന്ന് നൃത്തം ചെയ്യാമോ എന്ന് അവളോട് അപേക്ഷിക്കുന്നതായിട്ട്. ഹെർ മെജസ്റ്റി മീൻസ് ക്വീൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഹെർന്ന് മാത്രം പറയാൻ പാടില്ല, ഹെർ മെജസ്റ്റി എന്നേ പറയാവൂ. നമ്മൾ മറ്റേ നാടകത്തിലൊക്കെ വായിച്ചില്ല. ആസ്ക്ഡ് ഹെർ മെജസ്റ്റി ടു ഡാൻസ്. അപ്പൊ സെന്റ് അലോഷ്യസ് പള്ളിയിലെ വികാരി
തന്നോട് പിന്നെ വളരെ ബഹുമാനാദരങ്ങളോടെ താങ്കളൊന്ന് അവിടുന്ന് നൃത്തം ചെയ്യാമോ ഭവതി എന്ന് ചോദിക്കുന്നതായിട്ടും അവര് ക്വീൻ ഓഫ് ഫ്രാൻസ് ആയതായി സോറി ആയിട്ടും അവര് സ്വപ്നം കാണാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് അവര് ഇങ്ങനെ ഒരു ക്വീൻ ഓഫ് ഫ്രാൻസ് ആകുന്ന ഒരു സ്വപ്നം കണ്ടു എന്ന ഒരു സിമ്പിൾ സ്വപ്നത്തിൽ ഇവിടെ നിൽക്കുന്നില്ല. ഇത് കവി എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു സ്വപ്നം പ്രസന്റ് ചെയ്യുന്നത്? ഈ ലേഡിക്ക് ഇങ്ങനെ ഒരവസ്ഥയിൽ കഴിയേണ്ടി വന്നതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. അല്ലെ? ദരിദ്രമായ സിറ്റുവേഷനിൽ എല്ലാവരും ദുഃഖിതരല്ല. ദാരിദ്ര്യം എല്ലാവരെയും ദുഃഖിപ്പിച്ചോളണം എന്നില്ല. നമ്മളിപ്പോ കൊമേഴ്ഷ്യൽ ലോകത്ത് ജീവിക്കുന്നുണ്ട്. കൊമേഴ്സിനാൽ മാസ്റ്റർ ചെയ്യപ്പെടുന്ന ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ ഒരു 90% ആളുകളും സാമ്പത്തിക പ്രയാസത്തിൽ ദുഃഖിതരാണ് എന്നേ ഉള്ളൂ. അപ്പോ പിന്നെ ഇവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ, അവർക്ക് പലതരം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ അവൾക്കില്ല എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. അപ്പൊ അവൾ ദരിദ്രമായി ജീവിക്കുന്നു, അവൾക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ, അവൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പിന്നെ ഏകാന്തയായിട്ട് പിന്നെ കഴിയുന്നു. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുന്ന പിന്നെ ഫ്രാൻസിലെ ക്വീനായിട്ട് ഞാൻ മാറിയിരുന്നെങ്കിൽ. ക്വീനായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സൗന്ദര്യം വരുന്നുണ്ട്. അവിടെ സൗന്ദര്യം ഇവർക്ക് സൗന്ദര്യം വളരെ കുറവാണ് എന്ന സൂചന കവി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശാരീരിക വർണ്ണനകൾ അവിടെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സൗന്ദര്യം സുന്ദരിയായിരുന്നെങ്കിൽ. അപ്പൊ അങ്ങനെ പല ആഗ്രഹങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നു എന്നതിനെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഈ സ്റ്റാൻസയിൽ. ഒരു ഫ്രാൻസിലെ ക്വീൻ ആയിരുന്നു ഞാനെങ്കിൽ എന്നവര് ആഗ്രഹിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ. But a storm blew down the palace. She was biking through a field of corn, and a bull with the face of the vicar was charging with lowered horn. ഈ സ്റ്റാൻസോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് ഇത് മുകളിൽ പറഞ്ഞ സ്റ്റാൻസ് പോലെ തന്നെ അവര് ക്വീൻ ഓഫ് ഫ്രാൻസ് ആവാനുള്ള സ്വപ്നം മാത്രമല്ല കണ്ടത്, അതിൽ ഒരുപാട് സ്വപ്നങ്ങളെ ചുരുക്കി പറഞ്ഞു പറഞ്ഞത്. അതേപോലെ ആ കണ്ട സ്വപ്നങ്ങളെല്ലാം ട്രാജിക് ആയിട്ട് അവസാനിച്ചു എന്ന് സൂചന നൽകുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്. നല്ല രസകരമായ ഒരു എന്താ പറയാ കണക്ഷൻ ആയിട്ടുള്ളത്. ബട്ട് എ സ്റ്റോം ബ്ലൂ, പക്ഷേ ഒരു കാറ്റടിച്ചു, ഒരു കൊടുങ്കാറ്റ്. എവിടുന്ന്? ഡൗൺ ദ പാലസിന്റെ ഭാഗത്ത്. എന്താ പാലസ് പറയാൻ കാരണം? അവരുടെ ആഗ്രഹം എന്താണ്? ക്വീൻ ഓഫ് ഫ്രാൻസ് ആവണം, അല്ലെ? അവര് ക്വീൻ ആവണം എന്ന് ആഗ്രഹിച്ച ആ പാലസിൽ നിന്നൊരു കാറ്റാണ് അടിച്ചത്. ഷി വാസ് ബൈക്കിംഗ് ത്രൂ എ ഫീൽഡ് ഓഫ് കോൺ. അവൾ അന്നേരം ബൈക്കിംഗ് ത്രൂ, അവൾ സൈക്കിളിൽ പോവായിരുന്നു. ത്രൂ എ ഫീൽഡ് ഓഫ് കോൺ, ഒരു പിന്നെ എന്താ പറയാ ചോളപ്പാടത്തിലൂടെ. ചോളപ്പാടത്തിൽ കൂടെ അങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്നു. ആൻഡ് എ ബുൾ വിത്ത് ദ ഫേസ് ഓഫ് ദ വിഗാർ വാസ് ചാർജിങ് വിത്ത് ലോവേർഡ് ഹോൺ. അതായത് ഈ സ്വപ്നത്തിൽ പറഞ്ഞ ഓരോ സിംബലുകളുടെയും മറുവശം ഈ സ്റ്റാൻസയിൽ കാണാമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനർത്ഥം എന്താണ്? അവളുടെ സ്വപ്നങ്ങളെല്ലാം ട്രാജിക് ആയിട്ട് മാറിയത്. പാലസ്, ക്വീൻ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാലസ് വരുന്നുണ്ട്. ഇവര് പിന്നെ എന്താണ് കൊട്ടാരത്തിൽ പിന്നെ ക്വീൻ ആവണം, ഫ്രാൻസിലെ ക്വീൻ ആവണം എന്ന് ആഗ്രഹിച്ചതിന് പകരം ഇവിടെ കോൺഫീൽഡിലൂടെ സൈക്കിൾ ഓടിച്ചു പോരുന്ന ഒരു സീനാണ് പറയുന്നത്. അന്നേരം സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് വികാരി അച്ഛൻ, സെന്റ് അലോഷ്യസ് പള്ളിയിലെ വികാരി പറഞ്ഞ ബഹുമാനിതനായ വ്യക്തിയാണ്. അദ്ദേഹം ബഹുമാനിച്ചുകൊണ്ട് പറയാണ്, ഹെർ മെജസ്റ്റി കുഡ് യു പ്ലീസ് ഡാൻസ്, അല്ലെ? പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എ ബുൾ വിത്ത് ദ ഫേസ് ഓഫ് ദ വികാർ. വികാരി അച്ഛന്റെ മുഖമുള്ള ഒരു ബുള്ള്, ഒരു കാള, വാസ് ചാർജിങ് വിത്ത് ലോവേർഡ് ഹോൺ. പുള്ളിക്കാരന്റെ ഈ കൊമ്പ്, ഹോൺ എന്ന് പറഞ്ഞാൽ കൊമ്പ് വെച്ച് ചാർജ് ചെയ്യാണ്, ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോ കോൺഫീൽഡിലൂടെ അവർ സൈക്കിളിൽ പോയി എന്നും സൈക്കിളിൽ പോകുമ്പോൾ ഒരു കാള കുത്തി എന്നതും അല്ല പ്രധാനം. ആ കാളയുടെ മുഖഭാവം വികാരി അച്ഛൻ്റെത് പോലെയാണെന്ന് പറയുന്നു. അതിന്റെ പിന്നെ ഫീൽഡ് ഓഫ് കോണിൽ അടിച്ച കാറ്റ് പാലസിന്റെ ഭാഗത്ത് നിന്നാണെന്ന് പറയുന്നു. അതുപോലെ കാള കുത്തിയ കാര്യം പറയുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ സിമ്പലുകൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റാൻസയുടെ സിമ്പല് അവർ ഉപയോഗിച്ചിട്ടുള്ള ഇമേജറികളുമായി ബന്ധപ്പെട്ട സിമ്പലുകളാകുന്നു. അപ്പൊ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തകർന്നടിഞ്ഞു എന്നാണ് അപ്പോ ഈ മുകളിലെ സ്റ്റാൻസ അവരുടെ ബൃഹത്തായ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നു. ഈ സ്റ്റാൻസ അവരുടെ ആ സ്വപ്നങ്ങളെല്ലാം വിഫലമായി, ഒന്നും സഫലമായില്ല എന്ന് പറയും. She could feel his hot breath behind her. He was going to overtake, and the bicycle went slower and slower because of that back pedal brake. She could feel his hot breath.
അവൾക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ത്? ഹിസ് ഹോട്ട് ബ്രെത്ത്, അവന്റെ ചൂടുള്ള ശ്വാസം. ഇതാരുടെയാണ്? നമ്മുടെ ബുള്ളിന്റെ കാര്യം പറഞ്ഞേട്ടാ. ഇവിടെ പിന്നാലെ കുത്താൻ വരുന്ന കാളയുടെ ചുടു ശ്വാസം പുള്ളിക്കാരിക്ക് മനസ്സിൽ തൊട്ടടുത്ത് എത്തി. ബിഹൈൻഡ് ഹെർ, അവളുടെ തൊട്ട് ബാക്കിൽ. അപ്പൊ ഈ കുത്താൻ വരുന്ന കാള തൊട്ട് പിന്നിൽ എത്തിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഹി വാസ് ഗോയിങ് ടു ഓവർടേക്ക്, അവൻ ഇതാ അടുത്ത ചാട്ടത്തിന് എന്റെ മുന്നിലെത്തും എന്നും അറിയാമായിരുന്നു. ആൻഡ് ദ ബൈസിക്കിൾ വെൻ സ്ലോവർ, അതേസമയം ബൈസിക്കിൾ ആവട്ടെ, അവളുടെ സൈക്കിള് വെൻ സ്ലോവർ ആൻഡ് സ്ലോവർ, വീണ്ടും പതിയെ പതിയെ, വേഗം കൂടുന്നതിന് പകരം വേഗം കുറയാണ് ചെയ്തത്. ബിക്കോസ് ഓഫ് ദാറ്റ് ബാക്ക് പെഡൽ ബ്രേക്ക്, പുള്ളിക്കാരിയുടെ ബാക്ക് പെഡൽ ബ്രേക്ക് കാരണം. ബാക്ക് പെഡൽ ബ്രേക്കിന്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു, അതിന്റെ കണക്ഷൻ പെഡലുമായിട്ട് തന്നെയാണ്, നമ്മൾ ചവിട്ടുന്ന പെഡലുമായിട്ടാണ് അതിന്റെ കണക്ഷൻ. അപ്പോൾ അതിന്റെ വേറെന്തോ ഒരു ടെക്നോളജിയാണ് അത്. എപ്പോ ബാക്കിലേക്ക് ചവിട്ടോ അതോ പെഡൽ ബാക്കിലേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്കിംഗ് ആയി മാറുന്നത് എന്നാണ് എനിക്ക് ചെറിയൊരു ഐഡിയ അതിനെ കുറിച്ച് കിട്ടിയത്. നമ്മുടെ നാട്ടിൽ പക്ഷേ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് എന്റെ പിന്നെ അറിവിലില്ല, ഞാൻ അങ്ങനെ കണ്ടൊരു ഓർമ്മ എനിക്കില്ല. നമ്മുടെ ചെറിയ കുട്ടികളെ സൈക്കിള് ബാക്കിലേക്ക് ചവിട്ടിയാൽ റിവേഴ്സ് ഗിയർ അടിക്കും. അതല്ലാതെ പിന്നെ സാധാരണ സൈക്കിൾ ഇങ്ങനെ ബാക്ക് പെഡലായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇത് പെഡല് ബാക്കിലേക്ക് മാറുമ്പോൾ, ഫ്രണ്ടിലേക്ക് മാറുമ്പോൾ അതിവേഗം പോവുകയും ബാക്കിലേക്ക് മാറുമ്പോൾ ബ്രേക്ക് ആയിട്ട് മാറുകയും ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പൊ ഏതായാലും ഈ ബാക്ക് പെഡൽ ബ്രേക്ക് കാരണം പുള്ളിക്കാരിയുടെ സൈക്കിൾ പെട്ടെന്ന് സ്ലോവർ ആൻഡ് സ്ലോവർ ആയി മാറുകയാണ് ചെയ്യുന്നത്. എപ്പോൾ പോലും കുത്താൻ വരുന്ന കാള ഇത് അടുത്ത ചാട്ടത്തിൽ മുന്നോട്ടെത്താൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ പോലും ഇത് എന്തിനു മെൻഷൻ ചെയ്യുന്നു? അവളുടെ പിന്നെ ആഗ്രഹങ്ങളെല്ലാം ഇതാ പരാജയപ്പെടാൻ പോകുന്നു എന്ന്, ഇനി മുന്നോട്ട് കുതിച്ചേ പറ്റൂ എന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ ശ്രമിച്ചെങ്കിൽ പോലും, ഏതുപോലെ സൈക്കിൾ അതിവേഗം ചവിട്ടാൻ അവൾ ശ്രമിച്ചതുപോലെ മുന്നോട്ട് ജീവിതം ചവിട്ടി നീക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അവളുടെ ജീവിതം സ്ലോവർ ആൻഡ് സ്ലോവർ ആയിട്ട് മാറി എന്നാണ്. അപ്പൊ അവളുടെ കഥ അവളുടെ സ്വപ്നങ്ങളുടെ പരാജയമാണ് ഈ സ്റ്റാൻസുകളെല്ലാം പറയുന്നത്. ദെൻ കാലം അങ്ങനെ ഒരുപാട് കഴിഞ്ഞു. ഇനി ഉള്ള സ്റ്റാൻസുകളിൽ വളരെ ഡിഫറെന്റ് ആയ ചില ഇമേജുകളാണ് പറയുന്നത്. അങ്ങനെ അടുക്കി വെച്ച ഇമേജുകളല്ല, ഓരോ കഷ്ണങ്ങളായി കിടക്കുന്ന കുറച്ച് ഇമേജുകൾ. Summer made the trees a picture, winter made them a wreck. She bicycled to the evening service with her claws buttoned up to her neck. Summer made the trees a picture. സമ്മർ മരങ്ങളെ ഒരു ചിത്രമാക്കി മാറ്റി. വിന്റർ ആവട്ടെ അവയെ ഒരു പിന്നെ റെക്കാക്കി. റെക്ക് മീൻസ് പൊളിഞ്ഞ കഷ്ണം എന്നർത്ഥം. എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കഷ്ണത്തിനാണ്, പൊട്ടിയ കഷ്ണത്തിനാണ് റെക്ക് എന്ന് പറയാം. ക്ഷണല്ല കേട്ടോ, കഷ്ണം, റെക്ക്. അപ്പൊ സമ്മർ മരങ്ങളെ പിക്ചറാക്കി, വിന്റർ അവയെ പൊട്ടു കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞാൽ കാലം ഒരുപാട് കടന്നുപോയി. പിന്നെ എന്താ പറയാ, ഋതുക്കൾ മാറി മാറി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. കവികൾ അങ്ങനെയാണല്ലോ സംസാരിക്കാറുള്ളത്. ഷീ ബൈസിക്കിൾ, അവൾ സൈക്കിൾ ചവിട്ടി പോയി ടു ദി ഈവനിങ് സർവീസ്, അവളുടെ ഈവനിങ് സർവീസിന്, വിച്ച് ഹെർ ക്ലോസ് ബട്ടൺഡ് അപ്പ് ടു ഹെർ നെക്ക്, അവൾ നെക്ക് വരെയും ബട്ടൺ അപ്പ് ചെയ്ത, നെക്ക് വരെയും ബട്ടൺ ഇട്ട ക്ലോത്ത്സും ധരിച്ചുകൊണ്ട്. അപ്പൊ നെക്ക് വരെയും ബട്ടൺ ഇട്ടിരിക്കുന്നു മെൻഷൻ ചെയ്യുന്നത് പിന്നെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അവര് ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ ആ നീണ്ട കോട്ടിന്റെ കാര്യമാണ് പറയുന്നത് നമുക്ക് പറയാം. അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് നമ്മൾ പറയണ്ടായി. അവൾ സ്ത്രൈണമായ അട്രാക്ഷൻ ഒന്നുമില്ല, ശരീരഘടനയുള്ളവളല്ല. അതുകൊണ്ട് അവൾ അങ്ങനെ അപ് ടു നെക്ക്, ശരീരഘടന എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണല്ലോ അപ് ടു നെക്ക് ഇടാതെ പോണത്. അപ്പൊ അങ്ങനെ ബട്ടൻഡ് ആയിട്ട് പോയിരുന്നു എന്നുവാ ഉദ്ദേശിച്ചത്. അപ്പൊ എനിവേ അവൾ കാലം ഒരുപാട് കടന്നുപോയി. അവളുടെ ഈവനിങ് സർവീസുമായിട്ട് സൈക്കിളിൽ ഈ ബട്ടൺഡ് അപ് ടു ഹെർ നെക്ക് ഡ്രസ്സുമായിട്ട് അവളും ചവിട്ടി നീക്കി എന്ന് പറഞ്ഞാൽ അവൾ ജീവിതം പിന്നെ മുന്നോട്ട് നീക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈവനിങ് സർവീസ് പറഞ്ഞാൽ അവൾ പറയുന്ന നെയ്ത്ത് സാധനങ്ങൾ എന്ത് ചെയ്യും, പിന്നെ വൈകുന്നേരത്തെ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലെ പള്ളി കൂടുന്ന സമയത്ത് അവൾ പോയിട്ട് വെക്കും എന്ന് പറയണ്ടായല്ലോ. ആ സർവീസാണ് ഈവനിങ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈ സർവീസ് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ അവര് ആരാധനയ്ക്കും സർവീസ് എന്ന് പറയാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ എന്തായാലും പറയാം, സപ്ലിക്കേഷൻ, അവരുടെ സപ്ലിക്കേഷന് സർവീസ് എന്ന് പറയും. അങ്ങനെ ഇനി ആ ജീവിതയാത്രക്കിടയിലുള്ള ഒന്ന് രണ്ട് ഇമേജുകൾ അവരുടെ മോഹഭംഗങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഒന്ന് രണ്ട് സ്റ്റാൻസുകളാണ്. ഷീ പാസ്ഡ് ബൈ ദ ലവിംഗ് കപ്പിൾസ്, പ്രണയാർത്ഥരായ കപ്പിൾസിന്റെ അരികിലൂടെ അവൾ കടന്നുപോയി. ഷീ പാസ്ഡ് ബൈ ദ ലവിംഗ് കപ്പിൾ, ഷീ ടേൺ ഹെർ ഹെഡ് അവേ, അവൾ മുഖം തിരിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അവൾ ഭക്തയായത് കൊണ്ട് ലവിംഗ് കപ്പിൾസിനെ കാണരുത് എന്ന് വിചാരിച്ചിട്ടല്ല. അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും അവളുടെ
പിന്നെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും അവളുടെ സൗന്ദര്യമില്ലായ്മ കൊണ്ടും അവൾ നിരാകരിക്കപ്പെട്ടവളായിരുന്നു. ഇപ്പൊ ഫിസിക്കലി സൗന്ദര്യം കുറവാണ് എന്നതുകൊണ്ട് പിന്നെ അവളുടെ സെക്സ്വൽ താല്പര്യങ്ങൾ ഇല്ലാതായിക്കോളന്നില്ലല്ലോ. ആയിക്കോളന്നില്ല എന്നല്ല, ഒരിക്കലും ഇല്ലാതാവുന്നില്ലല്ലോ. അപ്പോ ഈ ലവിങ് കപ്പിൾസിനെ കണ്ടപ്പോൾ അവൾ മുഖം തിരിച്ചു എന്ന് പറയുന്നത് ഡയറക്ട്ലി അവളുടെ സെക്ഷൽ റിപ്രഷനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. മാത്രമല്ല അവരിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കഥ കൂടി പറയുന്നത്. ഷീ പാസ്ഡ് ബൈ ദ ലവിങ് കപ്പിൾസ് ആൻഡ് they didn't ask her to stay. അവരാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്തതുമില്ല. ആൻഡ് they didn't ask, അവർ ആവശ്യപ്പെട്ടില്ല her to stay, അവർ വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ ആവശ്യപ്പെട്ടതുമില്ല. അപ്പൊ അവളെയും പിന്നെ മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ച് കടന്നു പോവുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അവൾ കണ്ടിരുന്ന ലവിങ് കപ്പിൾസ് എല്ലാം അവൾക്ക് ദുഃഖമായിരുന്നു എന്നർത്ഥം. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്ത പിന്നെ എന്താണ് റിപ്രഷൻ ഓഫ് ലവ് ആണ് ഈ പിന്നെ സ്റ്റാൻസയിൽ സൂചിപ്പിക്കുന്നത്. Then Miss Gee sat in the side aisle and she heard the organ play and the choir sang so sweetly at the ending of the day. അങ്ങനെ അവര് പിന്നെ ഈവനിങ് സർവീസിന് പോവാറുണ്ട്, എന്താ പറയാ സബ്മിഷന് വേണ്ടി, പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോവാറുണ്ട്. പോകുന്ന വഴിക്ക് കപ്പിൾസിനെ കാണാറുണ്ട്. ആ ലവിങ് കപ്പിൾസിനെ കാണുമ്പോഴെല്ലാം അവൾ മുഖം തിരിക്കാറുണ്ട്. അവരുടെ കാഴ്ച അവളെ നിരാശപ്പെടുത്താറുണ്ട്. അങ്ങനെ മിസ് ഗീ സാറ്റ് ഇൻ ദ സൈഡ് അയൽ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും പിന്നെ രണ്ട് പുറത്തു നിൽക്കുന്നതിന്റെ ഇടയിലൂടെയുള്ള വഴി. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇടനാഴി എന്നൊക്കെ പറയില്ലേ, ഇടനാഴി, രണ്ടെണ്ണത്തിന്റെ ഇടയിലൂടെ പോകുന്ന വഴിയാണ് ഇടനാഴി, അല്ലെ? ഇടനാഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ പള്ളിയിലാണോ പോണത്, പള്ളിയില് പിന്നെ റോകളായിട്ടാണ് അവരുടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവുക. അതിന്റെ ഇടയിലുള്ള ഇടനാഴിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ വശത്ത് അവൾ ഇരുന്നു. മിസ് ഗീ സാറ്റ് ഇൻ ദ സൈഡ് അയൽ, അവൾ ആ പള്ളിയിലെ ഇടനാഴിയുടെ ഒരു വശത്ത് അവൾ ഇരുന്നു. ഷീ ഹേർഡ് ദി ഓർഗൻ പ്ലേ, അവിടെ ഇരുന്നാൽ അവൾക്ക് എന്ത് കേൾക്കാം? ഓർഗൻ പ്ലേ ചെയ്യുന്ന കേൾക്കാം. അവരുടെ സംഗീതം ഉണ്ടാവില്ല, അവരുടെ പ്രാർത്ഥനാ സമയത്ത് ഓർഗൻസ് ഒക്കെ പ്ലേ ചെയ്യും. ആൻഡ് ദ കോയർ പ്രാർത്ഥനാ ഗ്രൂപ്പ്, കോയർ മീൻസ് പ്രാർത്ഥനാ ഗ്രൂപ്പ് പള്ളിയിലാണ്. കോയർ പറഞ്ഞാൽ ഇവിടെ പിന്നെ വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താ പറയാ, മ്യൂസിക് ടീമിനാണ് കോയർ എന്ന് പറയാം. സംഘഗാനം പാടുന്ന ആളുകൾ, സംഘത്തിനാണ് കോയർ എന്ന് പറയുന്നത്. ആൻഡ് ദ കോയർ സാങ് സോ സ്വീറ്റ്ലി അറ്റ് ദി എൻഡിങ് ഓഫ് ദ ഡേ, ആ സന്ധ്യാസമയത്ത് അവരുടെ പള്ളിയിലെ, സെന്റ് അലോഷ്യസ് പള്ളിയിലെ പിന്നെ കോയർ ടീം, അവരുടെ മ്യൂസിക് ടീം വളരെ സ്വീറ്റ് ആയിട്ട് മധുരിതമായി പാടി. അങ്ങനെ അവൾ ആ മ്യൂസിക്കിന്റെ പിന്നെ ആ മ്യൂസിക് കേട്ടുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുകയാണ്. മിസ് ഗീ നെൽ ഡൗൺ ഇൻ ദ സൈഡ് അയൽ, അവൾ ആ സൈഡ് അയൽ, ആ പിന്നെ ഇടനാഴിയുടെ വശത്ത് അവൾ ഇരുന്നു, മുട്ടുകുത്തിയിരുന്നു. ഷീ നെൽറ്റ് ഡൗൺ ഓൺ ഹെർ നീസ്, അവളുടെ മുട്ടുകളിലാണ് ഇരുന്നത്. മുട്ടുകുത്തിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ലീഡ് മീ നോട്ട് ഇൻ ടു ടെംപ്റ്റേഷൻ ബട്ട് മേക്ക് മീ എ ഗുഡ് ഗേൾ പ്ലീസ്. താവേ, എന്നെ പ്രലോഭനങ്ങളിൽ പെടുത്തരുതേ. ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങളിൽ പെടുത്തി എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കരുതേ. പകരം എന്നെ എന്ത് ചെയ്യണം? ബട്ട് മേക്ക് മീ എ ഗുഡ് ഗേൾ പ്ലീസ്, എന്നെ ഒരു നല്ല സ്ത്രീ ആക്കണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. എന്താണ് ഈ പ്രാർത്ഥന? ഇങ്ങനെ ഒരു ടെംപ്റ്റേഷനെ വശംവദയാക്കരുത് എന്ന് അവൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഇവിടെ തൊട്ട് മുമ്പത്തെ സ്റ്റാൻസയിൽ അവൾ ലവേഴ്സിനെ കണ്ടു, ലവിങ് കപ്പിൾസിനെ കാണുകയും അവൾ നിരാശയോടെ മുഖം തിരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ടെംപ്റ്റേഷനിലൂടെ അവൾ തെറ്റ് ചെയ്യാൻ കാരണമാവരുതേ എന്ന് പറഞ്ഞാൽ അവരുടെ സെക്സ്വൽ പിന്നെ ഇമോഷൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വഴിയും അവൾക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അവൾക്ക് സൗന്ദര്യമില്ല, അവൾക്ക് സമ്പത്തില്ല തുടങ്ങിയ കാരണത്താൽ. അപ്പോ പിന്നെ അവൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത് എന്താണ്? എന്നെ ടെംപ്റ്റേഷൻ കാരണം എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കരുത്, എന്നെ നല്ല സ്ത്രീയാക്കണേ എന്നും. അപ്പൊ അവളുടെ മനസ്സിൽ ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും അവളുടെ സെക്ഷൽ ഇൻസ്റ്റിക്റ്റുകളൊന്നും ഫുൾഫിൽഡ് ചെയ്യാത്തതിന്റെ വളരെ സ്ട്രോങ് ആയ ഒരു ഇമോഷൻ, ഒരു നിരാശ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് സത്യത്തിൽ അവരുടെ ഈ പ്രാർത്ഥന നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇവരുടെ ജീവിതം മെച്ചപ്പെടുന്നതിന് ട്രാജിക്കായിട്ട് അവസാനിക്കുന്ന ഒരു പ്ലോട്ടാണ്, കുറച്ചധികം ഉണ്ട്.
ഇങ്ങനെ സിമ്പിളായ കഥയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കേണ്ട, നമുക്ക് ഇന്ന് വായിച്ചു തീരൂല. അപ്പൊ എനിവേ നമ്മൾ ഇന്ന് വായിച്ച എനി ഡൗട്ട് ഓർ സജഷൻ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നാ? തന്നിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞ ഏതാണ്? അതൊക്കെ ദ കിങ് ഹൂ ലിംഡിന്റെ നോട്ട് തന്നിട്ടില്ല? അതിന്റെ കഴിഞ്ഞ ആഴ്ച നോക്കട്ടെട്ടാ. വായിച്ചത്. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ക്ലാസ്സില് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ അതാണ് എടുത്തത്. അത് മാത്രമേ വായിച്ചിട്ടുള്ളൂ, ബാക്കി വായിച്ചിട്ടില്ല എന്നല്ലേ? ആ അത് കുഴപ്പമില്ല, അത് ഞാൻ നോട്ട്സ് ആക്കി തരാം. നമ്മൾ ഏകദേശം രണ്ട് ക്ലാസ്സോളം അതെടുത്തു. ആക്കാൻ പറ്റുന്നില്ലല്ലോ, വേറെ എന്തെങ്കിലും വഴിയുണ്ടാ? ഏത് ആ PDF ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലല്ലോ. PDF അല്ല ഞാൻ സെൻഡ് ചെയ്യണത് മിക്കതും. PDF അത് ഞാൻ ഓപ്പൺ സെൻഡ് ചെയ്യുന്ന മിക്കതും വേർഡ് ഡോക്യുമെന്റ്സ് ആയിരിക്കും. അതെങ്ങനെയാ ഓപ്പൺ ആക്കാൻ പറ്റുക? അത് MS ഓഫീസിൽ ഓപ്പൺ ആക്കാം. നിങ്ങൾ മൊബൈലിലാണോ ലാപ്പിലാണോ ഓപ്പൺ ആക്കണേ? മൊബൈലില്. മൊബൈലില് ഓഫീസ് ഉണ്ടാവും. MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ടാവും. ഇനി അതില്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറുകളുണ്ട്. പൊളാരിസ് ഓഫീസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗൂഗിളിന്റെ ഒരു ഡോക്ക് ഉണ്ട്, ഗൂഗിൾ ഡോക്സ്. ഈ സോഫ്റ്റ്വെയറുകളിലൊക്കെ ഇത് ഓപ്പൺ ആവും കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങളുടെ ആപ്പിൽ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വേർഡായിട്ട് ആ വേർഡ് ഫയൽ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അഡ്മിൻസിന് അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ മീൻസ് കോണ്ടന്റ് അല്ല, അതിന്റെ ഫോമോ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ എളുപ്പത്തിന് ഏത് ഫോമോ വേണ്ടെങ്കിൽ എടുത്തോട്ടെ എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് മാത്രമായിട്ടാണെങ്കിൽ PDF ചെയ്താൽ മതി. കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ് മുതൽ PDF തരാം. PDF ആക്കാൻ വലിയ പണിയൊന്നുമില്ല, ആ ഫയൽ തന്നെ കൺവേർട്ട് PDF സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നത്. അതായിരുന്നു ഏറ്റവും എളുപ്പം. Then anything else?